ദേ പിന്നെ ഉറങ്ങാണോ? നേരെ എത്രയെന്ന വിചാരം? 5 മിനിറ്റ് കൂടെ. മോളെ എഴുന്നേപ്പിച്ച് റെഡിയാക്കുന്നതിനേക്കാൾ കഷ്ടമാണ്. ദേ എഴുന്നേക്കുന്നേ. ഏയ് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലേ നേരത്തെ ഞാൻ അലാറം വെച്ചത്? ഇപ്പൊ നേരെ എത്രയെന്നാ വിചാരം? എനിക്ക് റെഡിയാവാൻ എന്താ? ജസ്റ്റ് 5 മിനിറ്റ്സ്. കൃത്യസമയം നോക്കിക്കോ. റെഡി? 1 2 3. തേങ്ങാക്കാരൻ എന്ന് വരും. ടൗണിൽ നടക്കുമ്പോ നിലവാരം എന്താന്ന് ചോദിച്ചൂടെ? ഇയാള് പറ്റിക്കണുണ്ടോ ആവോ? കൃഷ്ണമാവൻ അറിയാമല്ലോ. എല്ലാം അറിയുന്നൊരു ജ്ഞാനിയുണ്ടല്ലോ. നമുക്ക് കാര്യസ്ഥനായിട്ട് രൊക്കം. അച്ഛൻ്റെ കൂടെ കഴിക്കണമെങ്കിലേ മോള് വേഗം പല്ല് തേച്ച് മുഖം കഴിക്കൂ. മഴ പെയ്താൽ സ്കൂൾ ഉണ്ടാവില്ല അല്ലേ അമ്മേ? ഇനി മഴയൊന്നും ഉണ്ടാവില്ല. മോൾക്ക് പുഴുങ്ങണോ ഓംലേറ്റ് മതിയോ? ബുൾസൈ. ഇരുന്ന് കഴിച്ചൂടെ? ഞാൻ ഇപ്പൊ ദോശ ഇട്ട് തരാം. വേണ്ട, ഇത് മതി. ശരിക്ക് കഴിച്ചിട്ട് പോയാ മതി. പകല് മുഴുവൻ അലച്ചിലല്ലേ. ഉച്ചയ്ക്ക് നേരത്തിന് വല്ലതും വാങ്ങി കഴിക്കണുണ്ടോ ആവോ? ചാപ്പാട് ത്യാഗം ചെയ്തുള്ള പണിയില്ല. നോക്ക്, എനിക്കും കുറേശ്ശെ കുടവേറ് വരുന്നില്ലേ നിന്നെ പോലെ. ഓ പിന്നെ അവിടെ ഒരു ഭാഗത്തിരിക്കും. ചട്നിക്ക് അരയ്ക്കാൻ നേരമില്ല. കടുമാങ്ങയുടെ വെള്ളം മതിയല്ലേ? അല്ല, ഈ പീഡിയക്കാര് വന്ന് വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഒരു ഭാഗത്തിരുന്നാ പോരെ? എന്നും അവരോട് ചെന്ന് പൗഡറിന്റെയും സോപ്പിന്റെയും കാര്യം എന്തിനാ പറയുന്നേ? പറഞ്ഞത് തന്നെയല്ലേ പിന്നെയും പറയുന്നേ? അല്ലല്ലോ, നവനവോലേഖ ശാലിനി ബുദ്ധി. അതാണ് റിയൽ സെയിൽസ്മാൻ. കസ്റ്റമർ നോ എന്ന് പറയുന്നിടത്ത് കേശുവിന്റെ ഭാവന ഉണരുന്നു, വാക്കുകൾ പ്രവഹിക്കുന്നു, അംഗം തുടങ്ങുന്നു. തൊലഞ്ഞു പോട്ടെന്ന് വിചാരിച്ച് ഓർഡർ കൊടുക്കുന്നു അല്ലേ? ഏയ്, എന്റെ ചിരി കണ്ടാൽ ഏത് കശ്മല ഹൃദയം അലിഞ്ഞു പോയില്ലേ? പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ആദ്യം ഫിറ്റ് ചെയ്ത ചിരി, അതിൽ സത്യത്തിൽ നീയും വീണില്ലേ? ഓ പിന്നെ. മാളുവേട്ടത്തിയുടെ മകളുടെ കല്യാണത്തിന് എന്താ കൊടുക്കേണ്ടത്? ഒരു ദിവസം അവിടെ വരെ ഒന്ന് പോകണ്ടേ? ഒരു തല്ലിപ്പൊളി സ്കൂട്ടറും വെച്ച് ലോകം മുഴുവൻ മാർക്കറ്റിംഗ് നടത്തണം. ഏരിയ മാനേജർ ആകുമ്പോ കാറ് തരില്ലേ കമ്പനി? കാറ് തരില്ല, കാറ് വാങ്ങാൻ അഡ്വാൻസ്. അഡ്വാൻസ് നല്ല റേറ്റാണ്. സന്ധ്യക്ക് മുമ്പേ എത്തിയ മാളുവേട്ടത്തിന്റെ വീട്ടിലൊന്ന് പോവാം. മറ്റേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവരുടെ സാധനം തുറ്റടാ. ലൗമിയോ വല്ലതും ചെലവായിട്ടുണ്ടോ? ചിലതൊക്കെ പോകുന്നുണ്ട്. കല്യാണ സീസണാ വരുന്ന മുതലാളി. പിന്നെ ഉത്സവകാലവും.
എല്ലാ കോസ്മെറ്റിക്സിന്റെയും സെയിൽസ് ഡബിൾ ആവും. ഫോറിൻ സാധനങ്ങൾ ഇഷ്ടം പോലെ വരുമ്പോ ഇതൊന്നും പോവില്ല മാഷേ. 100 ml ഷാമ്പു ഇല്ല, ഹെയർ ഡേ ഇല്ല. ഒരു പുതിയ സ്കീമുണ്ട്. 1 ഡസൻ ഷാമ്പുവിന് 1 ഫ്രീ. അത് മുമ്പുള്ള സ്പെഷ്യൽ തന്നെയല്ലേ മാഷേ? പ്രധാനപ്പെട്ട ഡീലേഴ്സിന് മാത്രം കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫർ. പുറത്തു പറയരുത്. ഡസന് 2 ഫ്രീ. ആ വേലായുധൻ, 1 ഡസൻ ഷാമ്പു, 1 ഡസൻ ഹെയർ ഡൈ ഫ്രീ. യെസ് സാർ. Love me, love me, love me, love me. Love me, love me. ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ടെന്നേ. പിന്നെ പിടി, പിടി. ആ. வணக்கம் முதலாளி. സൗഖ്യമാ? ബിസിനസ് എല്ലാം എപ്പടി ഇരിക്ക്? ഒന്നും വേണ്ട, ലൗമി എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഓഫർ, ഇമ്പോർട്ടന്റ് ഡീലേഴ്സിന് മാത്രം. പുറത്തു പറയരുത്. കേശു, നീ ഇവിടെ? ഞാന് ഈയുടെ പത്രത്തിൽ നീ ചത്തതിന്റെ ഈമായവ് പടമാണെന്ന് ആരോ പറഞ്ഞല്ലോടാ സ്റ്റാൻലി. നീ പോടാ കുരിശേ. ആ, 1 മണി, ഹോട്ടൽ 7 Seas. ശരി ശരി. കർണാടകത്തിലെ സാധു കൃഷിക്കാരെ ഉദ്ധരിക്കാൻ പമ്പ് സെറ്റ് വിറ്റു 1 കൊല്ലം. ദിവസം 100 കിലോമീറ്റർ ബൈക്ക് ഓടിക്കണം. എന്നാലും ജോണിയായിരുന്നു. ഇപ്പഴെവിടെയാ അത് പറ. ബ്ലേഡ്, ലൂദ്യാനക്കാരന്റെ ബ്ലേഡ്. വിൽക്കിൻസണ് ഇന്ത്യയുടെ മറുപടി എന്ന് മുദ്രാവാക്യം. നല്ല പാക്കിംഗ്, വില തുച്ഛം, ഗുണം മെച്ചം. പക്ഷെ വാങ്ങിക്കുന്നവന്റെ ഗതികേട്. താമസം പഴയ ലോഡ്ജ്, അതേ കോർണർ റൂം. തറവാട്ടി തിരിച്ചെത്തിയ ഒരു ആശ്വാസം. നിന്റെ ക്യാമ്പ് ഇവിടെ? ഞാൻ ഡെയിലി വന്നു പോവാണ്. ആര്യയുടെ ഇവിടെ അടുത്താണ്, 30 കിലോമീറ്റർ. ലോഡ്ജിൽ ഒരു റൂം ഒഴിയുന്നുണ്ട്, അങ്ങോട്ട് പാടോ. പ്രോബ്ലം, ഭാഗത്തിൽ അവൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്, തെങ്ങിൻ തോട്ടം. വേറെ ആരുമില്ല മാനേജ് ചെയ്യാൻ. എനിക്ക് 3-4 വിസിറ്റ് കൂടെ ബാക്കിയുണ്ട്. ബിൽ ബിൽ. വൈകുന്നേരം ലോഡ്ജ് വാ, നമുക്ക് ശരിക്കൊന്ന് പൂശ. വീട്ടിൽ പോണല്ലോ. പോടാ, വൈകുന്നേരം 5:30 മണിക്ക് ആരെങ്കിലും നേരെ പോയി ഭാര്യയ്ക്ക് കീഴടങ്ങോ? അതല്ല, വീട്ടിൽ ചില പ്രോബ്ലംസ്. ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? ഈ പെണ്ണും പെടക്കോഴിയും ഉണ്ടാവുന്നതേ ബിഗ് പ്രോബ്ലം. ഞാൻ എറണാകുളം വിട്ടപ്പോ ഭാര്യയും പിള്ളേരെ അമ്മാനശന്റെ വീട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നീ വരണം. പഴയ ആന്റി ഒന്ന് വിസിറ്റ് ചെയ്യണ്ടേ? നിനക്ക് കോണ്ടാക്ട്സ് ഇല്ലേ ഇപ്പോ? നീ പോയ പിന്നെ ഞാൻ ആ വഴിക്ക് നടന്നിട്ടേ ഇല്ല. അത് മോശമല്ലേ? ആന്റി ഇവിടുത്തെ ഒരു ചരിത്ര സ്മാരകമല്ലേ? ലൈറ്റ് ഹൗസ് പോലെ, ഓവർ ബ്രിഡ്ജ് പോലെ. കാലഘട്ടത്തോട് നീതി പുലർത്താത്ത നീ ആർ വൈകിട്ട് വാടോ. നോക്കട്ടെ. ശരി, ബില്ല് കൊണ്ടുവാ. എഴുതാനൊന്നുമില്ല അനിത കുട്ടിക്ക്? അച്ഛനും നേരത്തെ എത്തിയല്ലോ. ഇതാ മോളെ. എന്താ കുട്ടി? ഞാൻ ഇപ്പൊ റെഡിയാവാം. കല്യാണ വീട്ടിൽ ഒന്ന് പോയി വരാം. നീ പോയാ മതി. എനിക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. 8 മണിക്ക് ഡീലേഴ്സ് മീറ്റിംഗ്. ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതാ. മീറ്റിങ്ങിന് രാത്രിയിലെ സമയം കണ്ടുള്ളൂ. ഹെഡ് ഓഫീസുകാരുടെ ഏർപ്പാടല്ലേ, ഞാൻ എന്ത് ചെയ്യും? നീ ലേഡി ഡോക്ടറെ അടുത്ത് പോയോ? ഡോക്ടറെ കണ്ടു. വിശേഷിച്ചൊന്നുമില്ല. ഞാൻ ചായ ഉണ്ടാക്കാം. വേണ്ട, പകല് കണ്ടമാനം ചായ കഴിച്ച് വയറ് നാശായിരിക്കാം. രാത്രി കൃഷ്ണമാ വരില്ലേ? വരും. രാത്രി എപ്പോ കഴിയും മീറ്റിംഗ്? ചിലപ്പോ കുറെ വൈകും. ഡീലർമാർ സോപ്പിടാൻ ഡിന്നർ, പിന്നെ പ്ലാനിങ്. ബോറാണ്. ഒരുപക്ഷെ വൈകുന്ന ലക്ഷണമാണ്. പാതിരായ്ക്ക് സ്കൂട്ടർ ഓടിച്ച് വരണ്ട. വൈകുന്നു വെച്ചാ അവിടെ മുറിയെടുത്ത് കിടന്നോളൂ.
ചേഞ്ച് ഡ്രസ് എടുത്തേക്കാം. ചിലപ്പോ നേരത്തെ കഴിഞ്ഞാൽ. വേണ്ട, ഒറ്റയ്ക്ക് രാത്രി സ്കൂട്ടർ ഓടിച്ചു വരണ്ട. വീട്ടിലിരിക്കുന്നവർക്കൊരു സമാധാനം വേണ്ടേ? ബാത്റൂമിലുള്ളതല്ലേ, ഒന്ന് മെയിലിടണം. മകളെ വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയ ദിവസമാ. ഒരു ഹാഫ് ബോട്ടിൽ കൂടി ഇറക്കാം വേണ്ടേ? എവിടെ സർപ്പാന്തകൻ ചെക്കൻ? മൂർത്തി വിളി. നാരായണ, ഈ ചെക്കൻ എവിടെ പോയാവും? കാശ് വേണ്ട, ഞാൻ വാങ്ങിയിട്ട് വരാം. കളി ഭാര്യയോട് എന്ത് കളവ് പറഞ്ഞു? ഹെഡ് ഓഫീസിൽ നിന്നും ബെഡാ ബോസുകളുടെ വിസിറ്റ്. ആ ഓർമ്മിച്ചോ ഗോപി? കല്യാണം കഴിക്കുന്ന കാലത്ത് ഓർമ്മിച്ചോ? ഹെഡ് ഓഫീസിൽ എന്നും പ്രോബ്ലമാണ്. തല പോയേക്കുന്നൊരു ഇംപ്രഷൻ ആദ്യമേ പെണ്ണിനോട് പറഞ്ഞു വെച്ചേക്കണം. ഭർത്തൃവിജയം അഥവാ ഭാര്യമരിക്കൽ 101 വിധികൾ. വില 2 രൂപ. സ്റ്റാൻലിയുടെ പുസ്തകം വരുന്നുണ്ട്. 101 1001. ചാവുന്നതിന് മുമ്പ് മറ്റൊരു സാധനം കൂടി ശരിയാക്കണം. സെയിൽസ്മാൻമാർക്കൊരു പുതിയ പാഠപുസ്തകം. അതെഴുതാൻ എന്നേക്കാൾ യോഗ്യൻ ആരുണ്ടടാ? തുടങ്ങിയത് എന്തെന്നാണെന്നറിയാവോ? സാനിറ്ററി നാപ്കിൻ, പിന്നെ സൈക്കിൾ പാർട്സ്, സോപ്പ്, തയ്യൽ മെഷീൻ, നീലം. സൊപ്പോസ് നീലം. ശരിയാണ്. ആത്മാവൊഴികെ ബാക്കിയെല്ലാം ഞാൻ നടന്നു വിറ്റിട്ടുണ്ട്. അതെപ്പോഴാ വിൽക്കേണ്ടി വരിക എന്നറിയില്ല. നമുക്ക് പോണ്ടേ? പോവാ. അതിന് ഗുരുദക്ഷിണ വേറെ തരേണ്ടി വരുമല്ലോ ഗോപി. എന്തൊരു ബഹളമായിരുന്നു. കൾച്ചർ ഇല്ലാത്തവർ. വല്ല പോലീസിലിടോ? ചുമ്മാ ഇടും. നല്ലൊരു കാര്യത്തിന് വരുമ്പോഴാ പോലീസ് റെയ്ഡ്. ധൈര്യം മാറ്റി പാടൂ. ആയില്ലേ? വേണ്ടുന്ന സ്റ്റാൻലി, നമുക്ക് പോവാം. ഇങ്ങോട്ട് കയറി നിൽക്ക്. ഇടവഴി ആരും കാണണ്ട. ആന്റി ആന്റി ആന്റി. ആരാണ്? ഇത് ഞാനാ. ഞാനെന്ന് വെച്ചാ ആരാണ്? മോടെ സംബന്ധക്കാരൻ. ഞാനാ, സ്റ്റാൻലി. ഒന്ന് തുറന്നേ. നമുക്ക് പോവാൻ സ്റ്റാൻലി. നില്ലടോ ആന്റി. പാതിരാത്രി കയറി വരുന്നേ. ആന്റി കൊലച്ചെറിയല്ലേ ചെയ്തത്. ബിസിനസ് ഒക്കെ നിർത്തി. ഞാൻ പിന്നെ നിന്ന് ലോഹ്യം പറഞ്ഞു തിരിഞ്ഞു പോന്നു. എന്താണ് ഇത്ര പേടിക്കാൻ? ലോഹ്യം പറഞ്ഞു? ലോഹ്യം നമ്മളെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്റെ 2 ചെരുപ്പും പോയി. തോലഞ്ഞു. ചതിച്ചല്ലോ. നാളെ പോലീസ് നായ മണത്ത് ലോഡ്ജിലെത്തും. നമുക്ക് ശരിയാക്കാം, പേടിക്കണ്ട. ഒരു ഹാഫ് കൂടെ കിട്ടാൻ വഴിയുണ്ടോ നോക്ക് നോക്കൂട്ടാ. നീ നിന്റെ ഹാഫും കർമ്മം. വാപ്പ. കേശു, കേശു എണീറ്റില്ലേ? 8:45.
ഇയാളാര് കളക്ടറോ ഓക്കിട്ടില്ല ഇയാൾ. സ്വല്പം ലേറ്റായി വിട്ടോ, ഞാൻ പിന്നാലെ വരാം. ദേ ഏരിയ മാനേജർ പിള്ള സാറ് വന്നിട്ടുണ്ട്. എവിടെ എപ്പോ? 8 മണിക്ക് ഗോഡൌൺ തുറക്കുമ്പോ ആൾ റെഡി. വേഗം ആവട്ടെ സാറേ. നാശം. അല്ല മോശം. നേരത്തെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ വണ്ടി കയറിക്കോ. ലവ് മീ വാ, എന്നെ സ്നേഹിക്കൂ, എന്നെ മാത്രം. ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവണത് കണ്ടോ? പോട്ടെ. സ്റ്റോക്ക് ഉടനെ എത്തിച്ചേക്കാം, അതിനെപ്പറ്റി വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ എന്നാൽ. ഗുഡ് മോർണിംഗ് സാർ. Sit down. 9 മണിക്ക് മാർക്കറ്റിൽ ഇറങ്ങാത്ത ഒരു സെയിൽസ്മാനെ 32 കൊല്ലത്തെ എന്റെ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ദിസ് ഈസ് ദ ലിമിറ്റ്. സോറി സാർ, ഇന്ന് അല്പം ലേറ്റായി. വൈഫിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട്. ലേറ്റ് ആയത് മാത്രമല്ല കംപ്ലൈന്റ്. ടാർഗറ്റ് എത്തിയ ഒറ്റ മാസമില്ല. നോട്ട് 1 month. സെയിൽസ് പ്രൊമോഷൻ 0. റിപ്പോർട്ടിംഗ് വട്ട 0. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ റിപ്പോർട്ട് എഴുതാൻ അറിയില്ലേ? And look at this. ഒരു സ്ത്രീയുടെ കംപ്ലൈന്റ്. 2 മാസം മുമ്പ് ഞാൻ ഇത് റീപ്ലേസ് ചെയ്യാൻ ഓർഡർ അയച്ചതല്ലേ? ടേക്ക് ദാറ്റ് മാഗസിൻ. നമ്മുടെ കമ്പനിയെയും സ്റ്റാഫിന്റെ ഉത്തരവാദിത്വമില്ലായ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മാഗസിൻ എഡിറ്ററുടെ കത്ത് ജനറൽ മാനേജർ. 2 മാസം. 2 മാസം മുമ്പ് ഞാൻ ഇതേക്കുറിച്ച് ആക്ഷൻ എടുക്കാൻ പറഞ്ഞ് ലെറ്റർ അയച്ചാണ് മിസ്റ്റർ കേശവൻ. അന്ന് തന്നെ പോയി എക്സ്ക്യൂസ് പറഞ്ഞ് സാധനം മാറ്റി കൊടുത്താൽ തീർന്നു. ബട്ട് യു ടുക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. ഞാൻ പോകാം സാർ. വെരി സോറി സാർ. മേലേതൻ സാർ, വിസ്കി ഓർ റം? എപ്പോൾ പോകാമെന്ന് തന്നെയല്ലേ കഴിഞ്ഞ മാസം പറഞ്ഞത്? വിസ്കി. ഇനി അബദ്ധം പറ്റില്ല സാർ. എക്സ്ക്യൂസ് ഐ ആം ഫെഡ് അപ്പ്. സാർ. ഓ, ഞാൻ കൊടുക്കാം. അരുത് സാർ, സാറിന് എന്ത് വേണമെങ്കിലും എന്നെ ശകാരിക്കാം. ഇതെന്റെ പ്രിവിലേജ് ആണ്. ഒരു ബോട്ടിൽ വിസ്കി, പ്രീമിയം വിസ്കി, സോഡ, ഗ്ലാസ്, കുറച്ച് ചിപ്സ്. ഞാൻ ശകാരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് തന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. താൻ നന്നാവണം. എന്റെ സ്ഥാനത്തേക്ക് വരാൻ ചാൻസ് ഉള്ള സെയിൽസ്മാൻ ആണ് താൻ. യു നോ വാട്ട് ഐ മീൻ? താങ്ക് യു സാർ. പിന്നെ അത് ചോദിച്ചില്ല, ഇളയ മകൻ സുരേഷിന്റെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ. ജയേഷ്. സോറി സാർ, എനിക്ക് എപ്പോഴും തെറ്റും. സുരേഷ് അല്ല, ജയേഷ്. ശരിയായോ? ശരിയാവും. പിന്നെ സാറിന്റെ ഹൈഡ്രോസിൽ ഓപ്പറേഷൻ ഈ മാസം? അടുത്ത മാസം. ഓ, എല്ലാം റെഡി സാർ.